ഗാസ മുനമ്പിൽ വൻ ആക്രമണം അഴിച്ചുവിട്ട ഇസ്രായേൽ. ഇപ്പോൾ ആക്രമണത്തിൽ ഹമാസ് കമാൻഡർ അടക്കം 5 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. 9കാരനായ കുട്ടിയും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുമെന്നാണ് പാലസ്തീൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാറിന് നേരെ ഉണ്ടായ ഇസ്രായേൽ ആക്രമണത്തിലാണ് ഇപ്പോൾ 4 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. 6 പേർക്ക് പരിക്കേറ്റുവെന്നും ഗാസയിലെ പ്രതിരോധ ഏജൻസികൾ അറിയിച്ചു. ഗാസ സിറ്റിക്ക് തൊട്ടടുത്തായുള്ള അൽ റിമാലിലായിരുന്നു ഈ ഒരു ആക്രമണം നടന്നത്. കാറിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായതായാണ് വിവരം. അതിൽ ഹമാസ് കമാൻഡർ ഇയാദ് അൽ ഷാൻബാരിയും അദ്ദേഹത്തിന്റെ മകൻ സലാഹും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് ഗാസയിൽ നിന്നുള്ള സുരക്ഷാ വൃത്തങ്ങളിലൂടെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതായത് കൃത്യമായിട്ട് ഈ ഒരു കാറിൽ ഈ ഹമാസ് കമാൻഡറും അദ്ദേഹത്തിന്റെ മകനും സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ആക്രമണം നടത്തിയത്. കൊല്ലപ്പെട്ട മറ്റു 2 പേർ ആരാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഭീകരർക്ക് നേരെ ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ വൃത്തങ്ങളും അറിയിച്ചു. കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിടാൻ തയ്യാറായില്ല. ഗാസ മുനമ്പിൽ ഇസ്രായേൽ നടത്തിയ കരസേന ആക്രമണത്തിൽ ആയിരക്കണക്കിന് ഹമാസ് തീവ്രവാദികളെയും സാധാരണക്കാരെയും കൊലപ്പെടുത്തിയതിനെ തുടർന്ന് ഒക്ടോബർ 7 ഇസ്രായേലിനെതിരായ ഹമാസ് ആക്രമണത്തിന്റെ പ്രധാന ആസൂത്രകനായിരുന്നു അൽ റഹ്മാൻ ഷംബാരി. 2023 ഒക്ടോബർ 7 ശേഷം ഇയാളെ ഇസ്രായേൽ സേന തിരയുകയായിരുന്നു. കൃത്യമായി ഇസ്രായേൽ ഇപ്പോൾ കെണിയിൽ വീഴ്ത്തിയിരിക്കുകയാണ്. ഇത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേലിന്റെ മറ്റൊരു ആക്രമണത്തിലാണ് ആദിൽ അൽ നജാർ എന്ന 9കാരൻ കൊല്ലപ്പെട്ടത്. ഗാൻയൂനിസിൽ നടന്ന ആക്രമണത്തിലാണ് കുട്ടി മരിച്ചത്. ഒക്ടോബറിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരുന്നുവെങ്കിലും ഗാസയിലെ ആക്രമണത്തിൽ കുറവുണ്ടായിരുന്നില്ലെന്നും ദിവസേന ഇസ്രായേൽ ആക്രമണങ്ങൾ തുടർന്നിരുന്നതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. 2023 ഒക്ടോബർ 7 നടന്ന ഇസ്രായേലിനെതിരായ ഹമാസിന്റെ ആക്രമണത്തിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ഹമാസിന്റെ ഇന്റലിജൻസ് കമാൻഡറെയാണ് ഇപ്പോൾ 3 വർഷത്തിന് ശേഷം ഇപ്പോൾ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അന്ന് ഗാസ യുദ്ധം ആരംഭിച്ച സമയത്ത് ഇസ്രായേൽ പല സൈനിക മേധാവികളെയും ഹമാസ് കമാൻഡർമാരെയൊക്കെ തന്നെ കൊലപ്പെടുത്തുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ ഇപ്പോഴും ഇസ്രായേലിന് നേരെ പല യുദ്ധതന്ത്രങ്ങളും മെനയുന്ന തിരക്കിലാണ്. അവരെ എല്ലാം തന്നെ തേടി പിടിച്ചാണ് ഇപ്പോൾ മൊസാദ് എന്ന ചാരസംഘടനയുടെ സഹായത്തോടു കൂടി ഇസ്രായേൽ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വെടിനിർത്തൽ ആരംഭിച്ചതിന് ശേഷം കുറഞ്ഞത് 818 പാലസ്തീനികൾ കൊല്ലപ്പെട്ടതായാണ് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത്. ഹമാസിന്റെ അധികാരത്തിന് കീഴിലുള്ളതും ഐക്യരാഷ്ട്രസഭ വിശ്വസനീയമായി കണക്കാക്കുന്നതുമായ കണക്കുകളാണ് ഇത്. അതേസമയം ഗാസ സിറ്റിയുടെ പടിഞ്ഞാറൻ അൽ റിമൽ പരിസരത്ത് ഒരു കാറിന് നേരെ ഡ്രോൺ 2 മിസൈലുകൾ തൊടുത്തുവിട്ടതായി, അതിൽ 4 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഗാസ സിവിൽ ഡിഫൻസ് ഏജൻസിയാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് ഇസ്രായേലും ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് ആരോപിച്ചാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ സിനായിൽ ലൈവ് ഫയർ അഭ്യാസങ്ങൾ നടത്താനുള്ള ഈജിപ്തിന്റെ പദ്ധതികൾ ഇസ്രായേൽ നിവാസികളെയും അവരുടെ പങ്കിട്ട അതിർത്തിയുടെ മറുവശത്തുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ആശങ്കാകുലരാക്കിക്കൊണ്ട് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. 1979 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാന ഉടമ്പടിയുടെ നിബന്ധനകൾക്കുള്ളിലാണ് ഇസ്രായേലുമായി ഏകോപിപ്പിച്ച ഈ അഭ്യാസങ്ങൾ നടന്നതെങ്കിലും ഗാസയ്ക്ക് സമീപം താമസിക്കുന്നവർ ഉൾപ്പെടെയുള്ള ഇസ്രായേലി നിവാസികൾ അവയുടെ സാമീപ്യത്തെക്കുറിച്ചും ആശങ്കാകുലരാണെന്നും റിപ്പോർട്ടുണ്ട്. ഈജിപ്ത് സൈന്യം അതിർത്തിയോട് വളരെ അടുത്ത് അഭ്യാസങ്ങൾ നടത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്നാണ് ഇസ്രായേലിന്റെ അതിർത്തി സമൂഹങ്ങൾക്കായുള്ള ഫോറം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. ഒക്ടോബർ 7 ആക്രമണത്തിന് മുമ്പുള്ള ഈ മാതൃകകളിലാണ് ഈ അഭ്യാസങ്ങൾ നടന്നതെന്നും ഈജിപ്തും ഹമാസിന്റെ നേതൃത്വത്തിലുള്ള 2023 കടന്നുകയറ്റവും തമ്മിൽ ഒരു ബന്ധവും റിപ്പോർട്ട് ചെയ്തില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. 1979 ഈജിപ്ത് ഇസ്രായേൽ സമാധാന ഉടമ്പടി പ്രകാരം സൈനിക വിന്യാസത്തിന് കർശനമായ നിയന്ത്രണങ്ങളുള്ള മേഖലകളായി സിനായ് വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേൽ അതിർത്തിയുടെ ഏറ്റവും അടുത്തുള്ള പ്രദേശമായ സോൺ സിയിൽ നേരിയ ആയുധധാരികളായ പോലീസിനും അന്താരാഷ്ട്ര നിരീക്ഷകർക്കും മാത്രമേ അനുമതിയുള്ളൂ. ഈജിപ്ഷ്യൻ സൈനിക അഭ്യാസങ്ങൾ ഉടമ്പടി വ്യക്തമായി നിരോധിക്കുന്നില്ലെങ്കിലും അതിർത്തിക്കടുത്ത് സാധാരണ സൈനിക സേനയെ ഉൾപ്പെടുത്തുന്ന ഏതൊരു വിന്യാസത്തിനും പ്രവർത്തനത്തിനും സാധാരണയായി മുൻകൂർ ഏകോപനവും ഇസ്രായേലി അനുമതിയും ആവശ്യമാണ്. തൽഫലമായി ഈ പ്രദേശങ്ങളിലെ സൈനിക അഭ്യാസങ്ങൾ ഉടമ്പടി ചട്ടക്കൂടിനുള്ളിൽ വളരെ സെൻസിറ്റീവായി കണക്കാക്കപ്പെടുന്നു. ആ സമയത്താണ് ഇപ്പോൾ ഈജിപ്ത് ഇത്തരത്തിലൊരു സൈനിക അഭ്യാസത്തിനായിട്ട് അതിർത്തി മേഖലയിൽ മുതിരുന്നത്.
അതേസമയം ലെബനൻ വിറങ്ങിലിച്ചു നിൽക്കുകയാണ്. ലെബനിൽ നടക്കുന്ന ആക്രമണങ്ങളിൽ അപലപിച്ചുകൊണ്ട് ലെബനൻ പ്രധാനമന്ത്രി നവാഫ് സലാം രംഗത്ത് വരുന്നുണ്ട്. അവിടെ ആക്രമണത്തിൽ സിവിൽ ഡിഫൻസ് അടിയന്തര ജീവനക്കാരടക്കം കൊല്ലപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഇസ്രായേലിൻ്റേത് ഹീനമായ കുറ്റകൃത്യമെന്നാണ് ലെബനൻ പ്രധാനമന്ത്രിക്ക് പറയാനുള്ളത്. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ഇരട്ട ആക്രമണത്തിൽ 5 പേരാണ് കൊല്ലപ്പെട്ടത്. ചൊവ്വാഴ്ചയാണ് മജ്ദാൽ സൂണിലെ ഒരു കെട്ടിടത്തിന് നേരെ ഇസ്രായേൽ തുടർച്ചയായി 2 ആക്രമണങ്ങൾ നടത്തിയത്. കൊല്ലപ്പെട്ട 5 പേരിൽ 3 പേർ രക്ഷാപ്രവർത്തകരാണ്. കെട്ടിടത്തിലുണ്ടായ ആദ്യ ആക്രമണത്തിൽ പരിക്കേറ്റവരെ സഹായിക്കാൻ പോയ രക്ഷാപ്രവർത്തകരാണ് രണ്ടാമത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്നാണ് ലെബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചത്. അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിന്റെ തത്വങ്ങളുടെയും നിയമങ്ങളുടെയും നഗ്നമായ ലംഘനമാണിതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര വേദികളിൽ ഇസ്രായേലിന്റെ ഈ ഹീനമായ കുറ്റകൃത്യത്തെ അപലപിക്കുമെന്നും വെടിനിർത്തൽ കരാർ ഇസ്രായേൽ ഇനിയും ലംഘിക്കാതിരിക്കാൻ സർക്കാർ ശ്രമങ്ങൾ നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സിവിലിയന്മാരെയും മാനുഷിക പ്രവർത്തകരെയും സംരക്ഷിക്കുന്ന അന്താരാഷ്ട്ര നിയമം ഇസ്രായേൽ ലംഘിക്കുകയാണെന്നും ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔണും പ്രതികരിച്ചു. തങ്ങളുടെ സേനയെയും രക്ഷാപ്രവർത്തകരെയും ലക്ഷ്യമിട്ടുള്ള ഇസ്രായേലി ആക്രമണത്തിൽ 2 സൈനികർക്ക് കൂടി പരിക്കേറ്റതായും ലെബനൻ സൈന്യം അറിയിച്ചു. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ആദ്യ ഇസ്രായേലി ആക്രമണം നടന്ന സ്ഥലത്ത് രക്ഷാപ്രവർത്തനത്തിനായി പോവുകയെന്ന സിവിൽ ഡിഫൻസ് പ്രവർത്തകർക്കും അകമ്പടി സേവിക്കുകയെന്ന ലെബനൻ സൈനിക പട്രോളിങ്ങിനെയാണ് ഇസ്രായേൽ സൈന്യം ആക്രമിച്ചതെന്നാണ് ലെബനൻ ആരോപിക്കുന്നത്. ഇസ്രായേലും ലെബനനും തമ്മിൽ US മധ്യസ്ഥതയിൽ വെടിനിർത്തൽ ഉണ്ടായിട്ടും ഇസ്രായേലി സൈന്യം ദിനം പ്രതി വ്യോമാക്രമണങ്ങൾ നടത്തുന്നത് തുടരുകയാണ്. പ്രധാനമായും രാജ്യത്തിന്റെ തെക്കും കിഴക്കുമാണ് ആക്രമണങ്ങൾ ആവർത്തിക്കുന്നത്. വെടിനിർത്തൽ കരാർ ലംഘിച്ചത് ലെബനനാണെന്ന് ആരോപിച്ചാണ് ഇസ്രായേൽ ആക്രമണം തുടരുന്നത്. മേഖലകളിലുള്ള തങ്ങൾക്ക് ഭീഷണിയായിട്ടുള്ളവരെയൊക്കെ തന്നെ വ്യോമാക്രമണത്തിലൂടെ കൊലപ്പെടുത്തുന്ന രീതിയാണ് ഇസ്രായേൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഗാസയിലും ലെബനനിലും വൻ ആക്രമണമാണ് ഓരോ ദിവസവും ഇസ്രായേൽ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്.